ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എന്നു മുതലാണ് ഈ ഒരു മയക്കുമരുന്നുകളൊക്കെ തന്നെ ഇങ്ങനൊരു ഭീകരമായിട്ടുള്ളൊരു ചിത്രമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എന്നു മുതലാണ്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ കണ്ടമാനം വരാൻ തുടങ്ങിയെന്ന് നമുക്ക് തോന്നി തുടങ്ങിയത് എന്നു മുതലാണ്? 2-3 വർഷം. എന്നാലും ഇങ്ങനൊരു ഭീകരത നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് എന്നു മുതലാണ്? കൊറോണയ്ക്ക് ശേഷമാണ്, കോവിഡ് ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷമാണ്. സത്യമാണ്. സത്യം എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. കാരണം 22 കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, 15 കൊല്ലമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ 22 കൊല്ലത്തിൻ്റെ ഇടയിൽ 2020 തുടങ്ങുന്നത് വരെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് കഞ്ചാവ് മാത്രമാണ്. 2020 തുടക്കം വരെ. കാരണം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയാലല്ലേ കാണാൻ പറ്റൂ. പക്ഷേ ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ മുക്കിനും മൂലയ്ക്കും എന്തൊക്കെ മയക്കുമരുന്നുകളുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും, എന്തിന് നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് പോലും എത്തിത്തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ തീർച്ചയായും അതെന്ത് മയക്കുമരുന്ന് എന്നൊരു ചോദ്യം വരുന്നു. ഞാനതിൻ്റെ ഈ കുട്ടികളൊക്കെ ഉള്ള വേദിയിൽ അതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ പറയുന്നൊരു പേര് രാസലഹരികളെന്നാണ്, സിന്തറ്റിക് ഡ്രഗ്സ്. കുറച്ച് കെമിക്കൽസും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ എവിടെയും ഉണ്ടാക്കാവുന്ന മയക്കുമരുന്നുകൾ, അതും മാരകമായ മയക്കുമരുന്നുകൾ. ഇത്തരം പുതുലഹരികളുടെ പുതുവഴികളെക്കുറിച്ചും അതുണ്ടാക്കുന്ന പുതിയ പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രം കുറച്ച് നേരം നമുക്കൊന്ന്, കാരണം നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്നതിലേക്ക്. പുതുലഹരികൾ എന്ന് പറയുമ്പോൾ സത്യം ഇന്ന് നമ്മുടെ നാട്ടിൽ, പണ്ടൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, അത് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും, ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് സിഗരറ്റ്, ഹാൻസ്, പാൻപരാഗ്, മദ്യം, കഞ്ചാവ് വരെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണെങ്കിലും, കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും, സാമൂഹിക പ്രശ്നമാണെങ്കിലും, മാനസിക പ്രശ്നമാണെങ്കിലും, എന്തോ ആവട്ടെ, ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നൊന്നുമില്ലാത്ത ഒരു പ്രതീക്ഷ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നില്ലാത്തത് മുമ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇച്ചിരി കാലം കൂടെ ബാക്കിയുണ്ടല്ലോ എന്നുള്ളതാണ്. കാരണം ആ പറഞ്ഞ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു എന്ന് കരുതി അതിൻ്റെ ദോഷങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു സത്യം. എന്നാലും ജീവിതം കുറച്ച് കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഒരു മരണം പെട്ടെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഇന്നതല്ല. ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് നാട്ടിൽ പിടിമുറുക്കിയതോടുകൂടി ഒരു 4-5 കൊല്ലം അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. നമ്മുടെ ശരീരത്തിൽ നല്ല ഉറപ്പുള്ളൊരു അവയവമാണ് പല്ല്. ഈ പല്ല് പൊടിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കൽ കൊടിയത്തൂർ എന്നൊരു സ്ഥലത്ത് അവിടെ NGO സംഘടിപ്പിച്ച ഒരു ഡി അഡിക്ഷൻ ക്യാമ്പിൽ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസുമായിട്ട് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് വിമുക്തി മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് എന്നെ വിളിച്ചു. ഒരു ക്ലാസ്സൊന്നും ആയിരുന്നില്ല. 35 പേരുണ്ടായിരുന്നു അവിടെ ആ ഡി അഡിക്ഷൻ ക്യാമ്പിൽ. സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ 35 പേഷ്യൻസിൽ 29 പേരുടെ മയക്കുമരുന്നിന് അടിമകളായിരുന്നു. 6 പേര് മദ്യത്തിന് അടിമകളായിരുന്നു. അന്ന് അവരുടെ ഒരു ഷെയറിങ്, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ പറയുക, അതിനൊരു മോഡറേറ്ററായിട്ട് നിൽക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം. ഞാൻ ചെന്ന് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടു. പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കും അതൊരു പുതിയ അനുഭവമായിരുന്നു, പല രീതികളിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവരോട് ഈ ഒരു പല്ല് പൊടിഞ്ഞു പോകുന്ന ഈ ഒരു മെത്ത് മൗത്ത് എന്നാണ് ഈ അസുഖത്തിനെക്കുറിച്ച് പറയുക. ഞാൻ അതേക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു പയ്യൻ, 23 വയസ്സാണ്. അവൻ എഴുന്നേറ്റ് നിന്ന് 2 വിരൽ വെച്ചിട്ട് ഈ മുകളിലത്തെ ചുണ്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറേ എങ്ങനെയാണോ സാറേ? നമ്മൾ നാടൻ ഭാഷയിൽ ഈ പലകപ്പല്ല് എന്നൊക്കെ പറയില്ലേ, ഈ 3-4 വലിയ പല്ല്, അത് കാണാനുണ്ടായിരുന്നില്ല അവിടെ. അവൻ പൊന്തിച്ച ഭാഗം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഉള്ളത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഫ്രണ്ടിലുള്ള 2-3 പല്ല് കാണാനില്ല. അവിടെ ഒരു ദ്രവിച്ച് പോയ പല്ല്, ഈ പിഞ്ചു മക്കളുടെ ഈ പല്ലൊക്കെ, മറ്റേ പുഴുപ്പല്ലൊക്കെ വന്നാൽ അതുപോലെ കുറച്ച് ദൂരെ നിന്നിട്ട് ഇങ്ങനെ കണ്ടേ. ഓക്കെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നീ എത്ര കൊല്ലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? സാറേ 2 കൊല്ലം. വെറും 2 കൊല്ലത്തെ ഉപയോഗം കൊണ്ട് പല്ല് പോലും പൊടിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന മയക്കുമരുന്നുകൾ. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തീരുമാനിക്കാതെ, നിങ്ങൾ വിചാരിക്കാതെ
നിങ്ങളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തുമോ? എത്തുമോ? ഉറപ്പാണോ? എത്തൂലെന്ന് ഒന്ന് ഉറപ്പിക്കണ്ട, എത്തും. കാലം മാറി. നമ്മളറിയൊന്നും വേണ്ട, നമ്മുടെ കുട്ടികളും അറിയണ്ട. ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചാൽ മതി ആരെങ്കിലും ഒരാളുടെ ഉള്ളിലേക്ക് സാധനം എത്താൻ. അതാണ് കാലം. ഇപ്പം ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ മുന്നിൽ വരുന്ന ഒരു 50-ഓളം ഈ ആളുകളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് സെക്കൻഡുകൾ മതി. എന്താ കാര്യം? ഞാൻ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുന്ന സമയത്ത് എൻ്റെ വിരൽ അതിലൊന്ന് മുക്കി, നിങ്ങളത് കുടിച്ചു, നിങ്ങളുടെ ഉള്ളിൽ മയക്കുമരുന്ന് എത്തി. കാര്യം ഞാൻ ഈ വിരൽ ആദ്യം മുക്കി ഇത് എവിടെയാണെന്ന് നിങ്ങൾ അറിയില്ല. ഒന്ന് വളരെ കുറച്ച് മതി സാധനം, അതാ കാര്യം. 2020 മുമ്പ് നമ്മുടെ നാട്ടിൽ എക്സൈസും പോലീസും ഒക്കെ മയക്കുമരുന്ന് കേസുകൾ പിടിച്ചെടുക്കുമ്പോൾ അതിൽ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അളവുകൾ തമ്മിൽ ഇപ്പോഴത്തെ കാലവുമായിട്ട് വലിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? അന്ന് കിലോ കണക്കും ടൺ കണക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ഗ്രാം കണക്കാണ്. 1 ഗ്രാം പിടിച്ചു, 2 ഗ്രാം പിടിച്ചു എന്നൊക്കെ നമ്മൾ വാർത്ത കാണാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ 1 ഗ്രാമൊക്കെ പിടിച്ചു, 2 ഗ്രാം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിലൊക്കെ വാർത്ത വരുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്. എടാ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ 1 ഗ്രാം പിടിക്കണതിന് ഇത്ര ബിൽഡപ്പ് കൊടുക്കണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ 1 ഗ്രാമിന് 1 ഗ്രാം ഗോൾഡിൻ്റെ വിലയുണ്ട്. ഈ 1 ഗ്രാം മതി 10-20 പേർക്ക് 3-4 ദിവസം മയങ്ങി കിടക്കാൻ. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അത്ര കുറഞ്ഞ അളവിൽ മതിയേ. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു നടക്കാനും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും എക്സൈസിനെയും പോലീസിനെയും നിയമത്തെയും ഒക്കെ കബളിപ്പിച്ച് വിതരണം ചെയ്യാനും ഒക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പമായി തീരുന്നൊരവസ്ഥയുണ്ടെന്ന് നമ്മുടെ നാട്ടിൽ. ഒരിക്കലൊരു പെൺകുട്ടിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥത തോന്നിയപ്പോൾ അവളുടെ അമ്മ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ അവളെ പരിശോധനയൊക്കെ കഴിഞ്ഞു, ബ്ലഡൊക്കെ ടെസ്റ്റിന് അയച്ചതിന് ശേഷം അമ്മേനോട് പറഞ്ഞു, നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ. നേരെ ഗൈനക്കിൻ്റെ അടുത്ത് പോയി. ഗൈനക്കിനെ കൺസൾട്ട് ചെയ്തപ്പോൾ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്. അന്ന് ആ ഡോക്ടറുടെ മുന്നിൽ വെച്ച് ഈ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മ, ഞാൻ അങ്ങനെ ആരും കൂടെ പോയിട്ടില്ലല്ലോ. സത്യമായിരുന്നു, അവൾ ആരുടെയും കൂടെ അറിഞ്ഞുകൊണ്ട് പോയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഇവളുടെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിനുള്ളിൽ ഡ്രഗ്സിൻ്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇവളറിയാതെ ഇവളുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തി തുടങ്ങിയിരുന്നു എന്ന്. അവസാനം ഇവളോട് ചോദിച്ച് ഇവളുടെ കൂട്ടുകാരികളോടൊക്കെ അന്വേഷിച്ച് ആളെ പിടിച്ചു. ഇവളുടെ ഉത്തരവാദിയായിട്ടുള്ള ആളെ കിട്ടി. ഇവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, കുടുംബ സുഹൃത്തിൻ്റെ മകനാണ്. അപ്പോഴും ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ ഞാൻ അവൻ്റെ കൂടെയും എവിടെയും പോയിട്ടില്ല. സത്യമായിരുന്നു, ആരുടെയും കൂടെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എവിടെയോ വെച്ച് ജ്യൂസിൽ എന്തോ കലക്കി കൊടുത്തു, പിന്നെ ഉണ്ടായത് അവൾ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കാലം അതാണ്. നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്നുകൾ എത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലം. ഒന്നും കൂടി ശ്രദ്ധിച്ചേ പറ്റൂ. കാലം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭീകരതയൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും, എന്താ കാരണം? അല്ലെങ്കിൽ ആര് കാരണം? എന്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകാനുള്ള കാരണം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നത്? കുട്ടികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല ചോദിച്ചേ. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് പെരുകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒന്ന് പിന്നെ വേറെന്താ? കുടുംബ ശിഥിലീകരണങ്ങൾ. അത് നമ്മുടെ കുട്ടികളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയാം. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ എത്താനുള്ള കാരണം പണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലോബി. ഓക്കെ, പിന്നെ സത്യം പറയട്ടെ, എല്ലാവർക്കും പറയാനുണ്ട്, പക്ഷേ മുഖത്ത് നോക്കി പറയാൻ മടിച്ചിട്ടാണ്. നിങ്ങൾ എക്സൈസുകാരും പോലീസുകാരും ശരിയല്ലായിട്ടാ സാറേ എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, മടിച്ചിട്ടാണ് പറയാൻ. മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. എനിക്കറിയാം. കാരണം എന്താണ്, നിങ്ങൾ ആളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യും, അപ്പം തന്നെ ആളെ വിടുകയും ചെയ്യും. അപ്പം പിന്നെ സാറേ ഇതെല്ലാം ഇതിനപ്പുറത്ത് നടക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതിൻ്റെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ മതിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എക്സൈസുകാരും പോലീസുകാരും ശരിയൊന്നുമല്ല. ഓക്കെ, ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്, വിടാറുണ്ട്, ഞാനില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവിടെ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. ഞങ്ങൾക്ക് നിയമത്ത് പറയുന്നത് ചെയ്യാൻ പറ്റും. കുറഞ്ഞ അളവിൽ ലഹരി വസ്തുക്കൾ അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്താൽ അവർക്ക് ജാമ്യം നൽകണമെന്ന് കേസില്ലാതെ ആവുന്നില്ല. ജാമ്യം നൽകണമെന്ന് നിയമത്ത് പറയുന്നുണ്ടെങ്കിൽ അത് നൽകിയേ പറ്റൂ. അപ്പോൾ പിന്നെ നമുക്ക് നിയമത്തെ കുറ്റം പറയാം. നിയമം ശരിയല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നിയമം ശരിയല്ല, ഓക്കെ. പിന്നെയോ നിയമം ഉണ്ടാക്കുന്ന ആളുകൾ, നേരത്തെ സാറ് പറഞ്ഞ പോലെ മാറി മാറി വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം ഉണ്ടാക്കുന്നവരാണല്ലോ. ശരിയല്ല. ഇഷ്ടംപോലെ ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താനുണ്ട്.
ഇതിനെ കൊണ്ടുവരുന്ന ആളുകൾ, വിതരണം ചെയ്യുന്ന ആളുകൾ, പൈസയ്ക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊന്ന് വരാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടിയുടെ കയ്യിൽ നിന്ന് വലുതൊന്നും വേണ്ട, ഒരു സിഗരറ്റ് കിട്ടി, നിങ്ങൾ എന്തു ചെയ്യും? എന്തു ചെയ്യും? എന്താ ചെയ്യാം? ഉപദേശിക്കുന്നതിന് മുമ്പ് ഒന്ന് പൊട്ടിക്കും. ആദ്യം 4 പൊട്ടിക്കലാണ്, ബാക്കി ചോദ്യം പറച്ചിലൊക്കെ പിന്നേ ഉള്ളൂ. സത്യം, അടിക്കും, ചീത്ത പറയും, അതാണ് നമുക്ക് മെയിൻ. പിന്നെയാണ് ബാക്കിയുള്ളതൊക്കെ. ഞാൻ എന്തായാലും അത് അവിടെ വെച്ച് നിർത്തുകയാണ്, ബാക്കി നമുക്ക് പറയാം, അതിന് സമയമുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഇപ്പോഴത്തെ ആവശ്യം ഇത്രയേ ഉള്ളൂ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നിങ്ങളോട്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കുമ്പോൾ, അവരെ ശാസിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് പെരുകുന്നതിൻ്റെ പേരിൽ എക്സൈസിനെയും പോലീസിനെയും നിയമത്തെയും സർക്കാരുകളെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോൾ, നിങ്ങളൊന്ന് എല്ലാവരും തന്നെ ഒന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഇന്ന് ഈ ഒരു നിമിഷം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നവരൊന്ന് കൈപൊന്തിക്കൂ. ഒരാളുണ്ട്, കൈതാത്തിക്കും. അപ്പോൾ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് ഇതെന്ന്. അതാർക്കും എല്ലാവർക്കും അറിയാം. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന നിങ്ങൾ ഇതിനെതിരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, നാളെ ജീവിക്കേണ്ട നമ്മുടെ കുട്ടി ഇത് ഉപയോഗിച്ചാൽ അവനെ ശിക്ഷിക്കാനും ശാസിക്കാനും ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? ഒരവകാശവും ഇല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എന്തെങ്കിലും ചെയ്യാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഞാനത് പറയുമ്പോൾ എനിക്കറിയാം, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ ഇഷ്ടംപോലെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അതിനൊക്കെ കാരണമുണ്ടല്ലോ സാറേ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളല്ലേ, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കണം എന്തുകൊണ്ടാണ്? നമുക്ക് പേടിയാണ്, അതാണ് പ്രധാന പ്രശ്നം. എന്തോ ആവട്ടെ, പേടി എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. നമ്മൾ ഒറ്റപ്പെട്ടു പോകും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരാരും കൂടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ നമ്മളെന്തെങ്കിലും ചെയ്യും. ഇതൊക്കെ പേടിയുടെ ഭാഗം തന്നെയാണ്. പ്രഥമ പ്രശ്നം അതാണ്, പേടിയാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഇത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നമാണ്. നിലവിൽ എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ കൂടെയുള്ള എൻ്റെ ബന്ധുക്കൾക്ക് ആർക്കും ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാ ഇപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടണേ? ഒന്നുണ്ട് കേട്ടോ, ഇന്ന് അപ്പുറത്താണെങ്കിൽ നാളെ നമ്മൾ കാണുന്ന മറന്നു പോകാതിരിക്കുക. രണ്ടാമത്തെ പ്രശ്നം അതാണ്. മൂന്നാമത്തെ പ്രശ്നം എന്താ? ഇത് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളൊക്കെ ആവും. ഇനി നമ്മളായിട്ട് ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാക്കണ്ടല്ലോ. അതാണ് മൂന്നാമത്തെ പ്രശ്നം. ഒരു കാര്യം കൂടിയുണ്ട്, അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ പണിക്കാണല്ലോ കുറച്ച് എക്സൈസുകാർക്കും പോലീസുകാർക്കും ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മളെ കാര്യത്തിൽ ഇടപെടണേ? സത്യമാണ്, ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അതിന് തന്നെയാണ്. പക്ഷേ എനിക്കൊന്ന് പറയാനുണ്ട്, സത്യം പറയാലോ, ഞങ്ങൾ കുറച്ച് എക്സൈസുകാരും പോലീസുകാരും മാത്രം വിചാരിച്ചാൽ നിങ്ങളുടെ കുട്ടികളെ ലഹരിയുടെ ലോകത്ത് നിന്ന് രക്ഷിക്കാൻ സാധിക്കില്ല. തുറന്നു പറയുന്നു, ഞങ്ങളുടെ കഴിവുകേടായിട്ടൊന്നും ആരും കാണണ്ട. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിവുകേടൊന്നുമല്ല, എനിക്കതിലൊരു കുറവില്ലേ പറയാൻ. ഒന്നിച്ച് നിന്നാൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സത്യമാണ്. അവിടെ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയുള്ളൂ, അവിടെയാണ് അതിൻ്റെ ഒരു കാര്യവും. പക്ഷേ ഇനി ആദ്യത്തെ 3 പ്രശ്നമുണ്ടല്ലോ, എനിക്ക് പേടിയാണ്, എന്നെ ബാധിക്കാത്ത പ്രശ്നമാണ്, സ്വന്തമാണ്, ബന്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറഞ്ഞ് ഇത്തരം ലഹരി വസ്തുക്കൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു ചോദ്യത്തിനും കൂടി പ്രസക്തിയുണ്ട്. എന്ന് വരെ നമ്മളൊന്നും ചെയ്യാതെ നോക്കി നിൽക്കും? എന്ന് വരെയാ? അതിനൊരൊറ്റത്തരേ ഉള്ളൂ, നമ്മുടെ കുട്ടി ഇത് ഉപയോഗിക്കണവരെ, അല്ലേ? പിന്നെ നമ്മൾ പേടിയാന്ന് പറഞ്ഞ് മാറിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ കുട്ടി ഇതിൻ്റെ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെ സ്വന്തമോ ബന്ധമോ നോക്കില്ല, അത് നമ്മളെ ബാധിക്കാത്ത പ്രശ്നമായില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യും, കാരണം അവനെ രക്ഷിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ എനിക്കൊന്നും കൂടി ചോദിക്കാമല്ലോ, എന്തുകൊണ്ടാണ് ഇന്നൊന്നും ചെയ്യാതിരിക്കണേ? എൻ്റെ കുട്ടി എന്തെങ്കിലും പ്രശ്നം വരട്ടെ, അപ്പം എന്തെങ്കിലും ചെയ്യാം എന്ന് അറിയാതെയെങ്കിലും സമ്മതിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അപ്പം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങോട്ട് ചെല്ലാൻ എളുപ്പമാണ്, തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാതെ നിരവധി കുട്ടികൾ അല്ലെങ്കിൽ നിരവധി രക്ഷിതാക്കൾ കരയുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ദിവസേന. ഇഷ്ടം പോലെ, 1-2 അല്ല, ദിവസേന ഫോൺ വിളികൾ വരാറുണ്ട്. അതാ കാര്യം. കാലങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളമായിട്ട് ഡി അഡിക്ഷനും കൗൺസിലിങ്ങിനുമായിട്ട് മക്കളെയും കൊണ്ട് നടക്കുന്ന നിരവധി രക്ഷിതാക്കളെ എനിക്കറിയാം. കാരണം അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചൊരു വരവിനുള്ളൊരു സാധ്യത ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഭയങ്കര റിസ്ക്കാണ്, അത്ര എളുപ്പത്തിലൊന്നും ഇങ്ങോട്ട് എത്തില്ല. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിലേക്ക് വരാം. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു?
ഇഷ്ടംപോലെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുതു ലഹരികളൊക്കെ അങ്ങോട്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ വന്നതിന് ശേഷം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 3-4 പ്രശ്നങ്ങൾ കൂടുകയും കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അന്നും ഇന്നും എന്നും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രഥമമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മക്കൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 70% കുട്ടികളും ലഹരിയുടെ ലോകത്തേക്ക് എത്തപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന അവരുടെ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ കുട്ടികളെ ഇത് നമുക്ക് കൊണ്ടു കൊടുക്കുന്നതുകൊണ്ടോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ വീടുകളിൽ നമ്മളും നമ്മുടെ കുട്ടികളും തമ്മിലുള്ള അകലം അതിഭീകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്നു എന്നൊരു സത്യം തുറന്നു സമ്മതിച്ചേ പറ്റൂ. എവിടെ ക്ലാസ്സിന് പോയാലും എല്ലാ രക്ഷിതാക്കളും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് സാറേ എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പറ്റുക? ഒറ്റത്തരേ ഉള്ളൂ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മാറ്റങ്ങൾ അറിയുക, പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമുള്ള മാറ്റങ്ങൾ അറിയുക. അതിനെന്താ വേണ്ടേ? അവരോടൊപ്പം ഉണ്ടാവണം. പക്ഷേ എന്തോ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ വരെ ഞങ്ങളോട് പറയുന്നു, ആരോട്? ടീച്ചേഴ്സിനോടല്ല, എക്സൈസുകാരോട് സ്കൂളിൽ നിന്ന് പറയുന്നു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും കൂടി ഒന്നിച്ചിരിക്കാറില്ല. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ അങ്ങോട്ട് പറയും, വലിയ വീടാണേ കെട്ടിണ്ടാക്കിയത്, എടാ അനക്കപ്പുറത്തൊരു മുറി ഉണ്ടാക്കിയിട്ടില്ലേ, അവിടെ പോയി കിടന്നൂടെ? ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. കുട്ടിക്ക് ധൈര്യം ഉണ്ടാക്കുകയാണ്. പിന്നെ ആ മുറിയിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ ആ രക്ഷിതാക്കൾ അറിയുന്നില്ല. പേരൻസ് വിളിക്കും, കുട്ടികളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് വിളിക്കും, ഞങ്ങൾ എവിടെയെങ്കിലും കൗൺസിലിങ്ങിനൊക്കെ പറഞ്ഞയക്കും. ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്, എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഡോക്ടേഴ്സ് പേരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുട്ടി 1 കൊല്ലമായിട്ടോ 1.5 കൊല്ലമായിട്ടോ 2 കൊല്ലമായിട്ടോ സാറേ എൻ്റെ കുട്ടിയോ? സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലമായി 1.5 കൊല്ലമായി എന്ന് ഒരു പാരൻറ്റിനോട് ഒരു എക്സൈസുകാരനോ ഒരു കൗൺസിലിങ്ങിനുള്ള അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ പറഞ്ഞിട്ട് ഒരു രക്ഷിതാവ് അറിയേണ്ടി വരുമ്പോൾ അത് ആരുടെ പരാജയമാണ്? സമ്മതിക്കണം, നമ്മുടെ പരാജയമാണ്, നമ്മൾ അറിയാതെ പോകുന്നത്. കാരണം നമുക്കിടയിൽ അങ്ങനെ ഒരു അകൽച്ച വരുന്നു എന്നുള്ളതാണ് സങ്കടം. രക്ഷിതാക്കളോടാണൊരു ചോദ്യം, വീട്ടിൽ സ്വന്തം മക്കൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇതിൽ? ഒന്ന് കൈപൊന്തിക്കൂ. അച്ഛന്മാരായിട്ട് ഒരാളുടെ കയ്യേ കാണുന്നുള്ളൂ, അമ്മമാർ കുറച്ചും കൂടി ഉണ്ട്. അമ്മമാർ പൊന്തിയ കൈ കുറച്ചൊക്കെ ചെറിയ മക്കളാവുന്നൊക്കെയാ തോന്നുന്നു അല്ലേ? കുറച്ചൊക്കെ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചെറിയ മക്കളായതുകൊണ്ടാണ്. കാരണം എന്താണെന്നറിയോ? വലിയ കുട്ടികളുടെ നമ്മൾ ഉമ്മ കൊടുക്കാറില്ല, അതാ സത്യം. ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, എല്ലായിടത്തും ഈ ചോദ്യം ചോദിക്കാറുണ്ട്, എല്ലായിടത്തും ചോദിക്കാറുണ്ട്. 10-14 കൊല്ലം 15 കൊല്ലമായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതലിട്ട് ഈ പാരൻസിനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടവരുണ്ടെങ്കിൽ അവർക്കും അറിയാം, ഞാൻ അന്നും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ സങ്കടം എന്താണെന്നറിയോ? അതൊരു LP സ്കൂളിലെ പാരൻസ് ആണെങ്കിൽ 100% അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ കൈമതിക്കും, ഒരാളുടെ കൈയും താവില്ല. അതൊരു UP സ്കൂളാണെങ്കിൽ ഒരു 70% ആളുകളുടെ കൈ പൊന്തും. ഹൈസ്കൂൾ ആണെങ്കിൽ ഒരു 40%. ഹൈസ്കൂൾ എത്തുമ്പോൾ ഒരു 10, ഹയർ സെക്കൻഡറി എത്തുമ്പോൾ ഒരു 10%. കോളേജിലേക്ക് എത്തുമ്പോൾ ഇല്ല. എന്താ അതിൻ്റെ അർത്ഥം? നമുക്കിടയിലുള്ളൊരു അകൽച്ച തന്നെയല്ലേ? ആണ്, ഒരു സംശയമൊന്നും വേണ്ട. കുട്ടികൾ വളർന്നു വരുമ്പോൾ നമുക്കൊരു അകൽച്ച വരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ അകൽച്ച മൂലം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ മാറ്റങ്ങൾ നമ്മൾ അറിയാതെ പോകും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഈ മക്കളോട് ചോദിച്ചാൽ തന്നെ പറയും, അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മേൻ്റെയും ഉപ്പേൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗമൊന്നുമില്ല, എന്ത് ചെയ്താലും എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ എനിക്ക് എന്തെങ്കിലും മറക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല, നമ്മളോട് സംസാരിക്കാൻ പറ്റില്ല മര്യാദയ്ക്ക്. എന്താ കാര്യം? ഞാൻ എൻ്റെ ഉപ്പേനോടും ഉമ്മേനോട് തെറ്റ് ചെയ്യാനുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാവും. ഒരു കാലം വരെ ഉള്ളതൊക്കെ അതാ അടുപ്പുള്ളത് വരെ മാത്രം. ഒരു ഇൻറ്റിമസി നമ്മളും കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു അടുപ്പം, അത്രയും ഉള്ളൊരു അടുപ്പമുള്ള കാലം വരെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പക്ഷേ ആ ഒരു അടുപ്പം ഇപ്പോൾ ഏകദേശം ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പിന്നെ ആ ഒരു അടുപ്പം ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ പിന്നെ അവർക്ക് നമ്മുടെ അച്ഛനെയും അമ്മേനെയും ഫേസ് ചെയ്യേണ്ട, അടുത്തേണ്ട ഒന്നും വേണ്ട. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും. അവരുടെ മാറ്റങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് സത്യം. അതില്ലാതെ പോകുന്നതാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും. അതുകൊണ്ടാണ് ഞാൻ രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് പറയാനുള്ളൊരു കാരണം. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും. ഇപ്പോൾ ഈ ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഇങ്ങോട്ട് വന്നതിന് ശേഷം കുട്ടികളിലേക്ക് മയക്കുമരുന്ന് എത്താനുള്ളൊരു അവസരമായിട്ട് അല്ലെങ്കിൽ വേദിയായിട്ട് മാറുന്നൊരു കാര്യം കൂടിയുണ്ട്, പഠന ഭയം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികളുടെ മേലിപ്പോൾ ഭയങ്കര പ്രഷറാണല്ലോ. A+ൻ്റെ എണ്ണമാണ് പ്രശ്നം, ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 10th ആണ്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ചോദ്യം വരും, ഓർമ്മിച്ച് വെച്ചോണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അവസാനത്തുമ്പോഴേക്കും നമുക്ക് ചോദിക്കാനുണ്ടാവും, എത്ര A+ കിട്ടി? നമ്മൾ പറയും 9 കിട്ടി. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? എന്താവും? 1 എവിടെ പോയി എന്നാണ് ചോദിക്കുക. പണ്ട് നമുക്ക് അങ്ങനെയായിരുന്നോ? അച്ഛയ്ക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം. ഇനി അന്ന് ഫസ്റ്റ് ക്ലാസ് പറഞ്ഞാൽ 60%. ഇവർ പറയുന്നത് 95% കണക്കാണ് ഈ ഫുൾ A+ എന്ന് പറയുമ്പോഴത്തേക്ക്.
എന്നിട്ട് ഒന്നെവിടെ പോയി എന്നാ ചോദ്യം. കിട്ടിയ 9 എണ്ണത്തിന് അഭിനന്ദിക്കാൻ നമുക്ക് പറ്റാറില്ല. ആരാ ചോദിക്കണത്? പണ്ട് 210 മാർക്ക് നേടി ചാടിപ്പോകുന്ന ആൾക്കാരാണ്. അതാണ് അങ്ങനെ. എന്നിട്ട് ഭയങ്കര പ്രഷറാണ് കുട്ടികളുടെ മേൽ. അത് നമ്മുടെ പാരൻസിൻ്റെ അടുത്തുനിന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നുണ്ട്, ട്യൂഷൻ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടുന്നുണ്ട്. ഇത് 4 ഭാഗത്തു നിന്ന് ഇങ്ങനെ പ്രഷർ വരുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ കുട്ടികൾ ചാടിപ്പോവും. കിട്ടിയ ഗ്യാപ്പ് കൂടെ എളുപ്പവഴിയാണല്ലോ പ്രശ്നം. പെട്ടെന്ന് എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ വഴിയുണ്ട് ഇന്നത്തെ കാലത്തെ. അങ്ങനെയാണ്. പഠിക്കണത് മുഴുവൻ ഓർമ്മയിൽ നിൽക്കാൻ ഇന്ന് മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ ആളുണ്ട്. ഉറക്കൊഴിഞ്ഞ് പഠിക്കണമെങ്കിൽ ഈ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ ആളുണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ ടെൻഷൻ കയറിയിട്ട് നടക്കുന്ന നമ്മുടെ മക്കളിലേക്ക് ഇനി ഇങ്ങനെയുള്ള സാധനമല്ല. 10 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾക്ക് എലിവേഷൻ കൊടുത്താൽ പോലും നമ്മളെ കുട്ടികൾ കുടിക്കും. എന്താ കാര്യം? അവർക്ക് 10 മാർക്ക് മതി. അതിന് മാത്രം പ്രഷറുണ്ട് വീട്ടിൽ നിന്നൊക്കെ കൂടിയായിട്ട്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും. കുട്ടികൾ പഠന ഭയം ഇല്ലാതാക്കാൻ വേണ്ടി ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നു. മക്കളോട് എനിക്ക് എന്താ പറയാനുള്ളൂ? മക്കളെ, മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചാൽ തന്നെ കിട്ടും. അവിടെ മരുന്ന് കുടിച്ചിട്ട് മറ്റേ ബുദ്ധി ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും വെറുതെയാണ്. അങ്ങനെയുള്ള കെണികളിൽ പെടാതിരിക്കുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം കിടക്കുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും. അതുപോലെ തന്നെ കുട്ടികളുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം കുട്ടികളുടെ മാർക്കിനെ കുറിച്ച് വിലയിടാൻ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മകൻ അല്ലെങ്കിൽ അവളുടെ മകൻ ഇത്ര മാർക്ക് കിട്ടിയെന്ന് വരിയിട്ട് എൻ്റെ മകൻ അത്രയും മാർക്ക് കിട്ടിക്കൊള്ളണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കുട്ടികളുടെ ലെവലൊക്കെ വ്യത്യാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലെവലാണല്ലോ അതിൻ്റെ ഒരു കാര്യം. ഇനി ഒരു പെൺകുട്ടി മയക്കുമരുന്നിന് അടിമയായപ്പോൾ അവളെ കൗൺസിലിങ്ങിനും ഒക്കെ കൊണ്ടുപോയപ്പോൾ അവളോട് ചോദിച്ചു, നിനക്ക് താരാ തന്നേ? എൻ്റെ ഫ്രണ്ടാണ് തന്നത്. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിക്ക് ഒരു ഫ്രണ്ട് മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഒരു ബോയ് ഫ്രണ്ടിൻ്റെയാണ്. സത്യമാണ്, സ്വാഭാവികമാണ്. ഒരു പെൺകുട്ടിക്ക് ഒരു ഫ്രണ്ട് മയക്കുമരുന്ന് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഒരു ബോയ് ഫ്രണ്ടിൻ്റെ ചിത്രം. അതുകൊണ്ട് തന്നെ അവളോട് ചോദിച്ചത്, ഗേൾ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ? ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് നിനക്കത് തന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നീ ഇത് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. ഫിസിക്കലി പ്രശ്നങ്ങളൊക്കെ, വേദനയും തലയുറ്റലും കാര്യങ്ങളൊക്കെ. ക്ലാസ്സിൽ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് ഈ പ്രശ്നം? ഞാൻ അവളോട് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എനിക്കൊരു മരുന്ന് തന്നു. കുടിച്ചപ്പോൾ എനിക്ക് നല്ല സുഖം കിട്ടി. ഒരു തവണ കുടിച്ചപ്പോൾ അങ്ങനെ ഒരു സുഖം കിട്ടിയെങ്കിൽ അടുത്ത മാസം അതേ സമയം വന്നപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ കൂട്ടുകാരിയെ തേടിപ്പോയി. അന്നത്തെ മരുന്ന് കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പുതുലഹരിയുടെ പുതുവഴികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നവും. പല രീതികളിലേക്കാണ്. അതുപോലെ തന്നെ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ, യുവാക്കളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നൊരു കാലം. ഒരു 4-5 മാസം മുമ്പാണ് ഒരു പെൺകുട്ടി ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഇക്ക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരെ ഇക്ക എന്ന് പറയുന്നത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ വിളിക്കാറ്. ഓക്കെ, എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്? 2 കൊല്ലം. അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് എന്താ ഉറപ്പ്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് എന്താ ഉറപ്പ്? സാറേ, ഞാൻ ഇക്കയുടെ കീശയിൽ വെള്ളപ്പൊടിയൊക്കെ കണ്ടിട്ടുണ്ട്, സിറിഞ്ചൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര കാലമായി ഇങ്ങനെ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ തോന്നി തുടങ്ങിയത്? അതൊന്നും എനിക്കറിയില്ല സാറേ. നിങ്ങൾ ഉപദ്രവിക്കൽ വല്ലതും ഉണ്ടോ? മയക്കുമരുന്നൊക്കെ അടിക്കാൻ തുടങ്ങിയാൽ ഉപദ്രവം ഉണ്ടാവുമല്ലോ. എടുത്ത വഴിക്ക് പെട്ടെന്ന് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഫോൺ അങ്ങ് വാങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞു, സാറേ ഓള് പറഞ്ഞ മുഴുവൻ സത്യമാണ്, എൻ്റെ മോൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? അവങ്ങൾ ഉപദ്രവിക്കൽ വല്ലതുണ്ടോ? ഞങ്ങളെ ഉപദ്രവിക്കുന്ന നമുക്ക് എന്തിനാ സാറേ? ഞങ്ങളൊരു 3 ജീവൻ ഇവിടെ ഉണ്ട് എന്നുള്ള ചിന്തയും കൂടി ഇല്ല അവന്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആരാ ഈ 3 ജീവൻ? സാറേ, ഞാനുണ്ട്, അവൻ്റെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായി, അവൻ്റെ ഭാര്യയുണ്ട്, 7 മാസം പ്രായമുള്ള ഒരു ആൺകുട്ടിയുണ്ട്. ഞങ്ങളെ 3 പേരെക്കുറിച്ച് ഒരു ചിന്തയില്ല അവന്. ഞങ്ങളുടെ ഈ കാര്യം മുഴുവൻ നോക്കണത് അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ ആങ്ങളമാരൊക്കെയാണ് സാറേ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും മകന് പണിയൊന്നുമില്ലേ? സാറേ, അവൻ ഈ മൊബൈലൊക്കെ നന്നാക്കുന്ന ഒരു പയ്യനായിരുന്നു. കടയൊക്കെ സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ടായിരുന്നു, നല്ല നിലയിലുമായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ സമയത്ത് കടയൊക്കെ പൂട്ടി, ബിസിനസ്സൊക്കെ പൊളിഞ്ഞു, ആകെ പ്രശ്നമായി. പിന്നെ അവൻ മറ്റുള്ളവരുടെ കടയിൽ പോകലായിരുന്നു, നിൽക്കാൻ പോവും, അവിടുന്ന് ശമ്പളം പൈസയൊക്കെ കിട്ടുമായിരുന്നു. ആ സമയത്താണ് അവൻ കല്യാണമൊക്കെ കഴിച്ചത്. ഇപ്പം സാറേ, രാവിലെ പോകുന്നതാണ്, വൈകുന്നേരം എപ്പോഴെങ്കിലുമൊക്കെ വരും, തോന്നിയ സമയത്ത് വരും. പക്ഷെ ഞങ്ങളെ പറ്റി ഒരു ചിന്തയില്ല. വരിക, കിടന്നുറങ്ങുക, രാവിലെ എണീറ്റ് പോകുക എന്നുള്ള സത്രം പോലെയാണ് സാറേ പോകാനും ഞങ്ങളെ വീട്. എല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ഇഷ്ടംപോലെ ആളുകളെ ഞങ്ങൾ വിളിക്കലുണ്ട്, അത് സത്യമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, വിളിക്കുന്നത് അച്ഛനായാലും അമ്മയായാലും ചേട്ടനായാലും ചേച്ചിയായാലും എല്ലാവർക്കും അവസാനം പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? സാറേ, നിങ്ങൾ ഓനായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറയും. ഓക്കെ, ഞാൻ വരാം, സംസാരിക്കാം.
പക്ഷേ സാറേ ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിഞ്ഞതെന്ന് ഓനോട് പറയണ്ട കേട്ടോ. അതും പറയും എല്ലാവരും. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് ഓനോട് പറയണ്ട. പിന്നെ ഞങ്ങളിത് എങ്ങനെ അറിയാമെന്ന് മാത്രം നമുക്കാരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. നമുക്കെന്തായാലും ആരെങ്കിലും പറയാതെ നമുക്കറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ഈ വീട്ടിൽ പോയി 2 ദിവസം കഴിഞ്ഞ്. സത്യം അവിടേക്കായിട്ട് പോയതല്ല, ഒരു പുലർച്ചെ ഒരു കേസ് നോക്കാൻ വേണ്ടി ഇൻസ്പെക്ടറുടെ കൂടെ പോയതാണ്. ഞാൻ പാൻറ്റും ഷർട്ടുമാണ് വേഷം, ഇൻസ്പെക്ടർ യൂണിഫോമിലാണ്. അപ്പം അമ്മ പറഞ്ഞ ഏരിയ വെച്ചിട്ട് ആയല്ലേ വരുമ്പോഴാണ് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ ഇവിടുന്നൊരു അമ്മായിമ്മയും മരുമകളും കൂടി ഇങ്ങനെ വിളിച്ചിരുന്നു, മകൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഒന്ന് ചെല്ലാനൊക്കെ വേണ്ടി പറഞ്ഞിരുന്നു. ഈ വഴിക്കാണ് സാറേ, നമുക്കൊന്ന് കയറി വെക്കല്ലേ എന്ന് പറഞ്ഞു സാറിനോട്. സാറ് പറഞ്ഞു യൂണിഫോമിൽ അങ്ങനെ കയറി ചെല്ലണം മോശമാണ്. ഞാൻ യൂണിഫോമിലല്ലേ, നാട്ടിലൊക്കെ കണ്ട പല കാര്യങ്ങളും ചോദിക്കാനൊക്കെ ഉണ്ടാവും എന്തായതാന്നൊക്കെ, നീ വേണമെങ്കിൽ കയറിയിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, എന്നാൽ ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവിടെ തന്നെ ഇറങ്ങി പെട്ടെന്ന് കടയിലുള്ള അവിടെ ഒരാളോട് ഇങ്ങനെ ഒരാൾ ഇവിടെ ആരാ വീട് എന്നൊക്കെ ചോദിച്ചാൽ അവർ വീട് പറഞ്ഞെന്ന്. ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നു. വാതിൽ തുറന്നിട്ടില്ല. രാവിലെ 9 മണിയാണ്. കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. ഞാൻ പറഞ്ഞു അവരോട്, എൻ്റെ പേര് ബിജു എന്നാണ്, പരപ്പനങ്ങാടി എക്സൈസിൽ വർക്ക് ചെയ്യാണ്, ഇന്ന ആളുടെ വീട് ഇതല്ലേ? ആ സാറേ ഇതന്നെയാണ്. ആളിവിടെ ഉണ്ടോ? ആ ഉണ്ട് സാറേ. നിങ്ങളുടെ ആരാ? എൻ്റെ ഭർത്താവാണ് സാറേ. അപ്പോൾ ആ കുട്ടിയാണ് എന്നെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കുമോ? ആ സാർ ഇപ്പോൾ വിളിക്കുക സാറേ എന്ന് പറഞ്ഞാൽ അവൾ അകത്തേക്ക് അങ്ങോട്ട് പോയി. വാതിലിൽ മുട്ടി ഇങ്ങനെ മുട്ടണ ഒച്ച കേൾക്കുന്നുണ്ട്. രാവിലെ 9 മണിയായിട്ട് നീട്ടിട്ടില്ല ആൾ. ഇക്ക 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 എന്ന് പറഞ്ഞ് മുട്ടി വിളിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരാൾ പാഞ്ഞിങ്ങോട്ട് വന്നു ഫ്രണ്ട് ഡോറിലേക്ക്. ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ഉറക്കം നഷ്ടപ്പെടുത്തിയതല്ല ഞാൻ. ഒരു വെള്ള ട്രൗസർ എന്ന് വേണമെങ്കിൽ പറയാം. വല്ല ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞ് വന്നൊരു ചളിയായിട്ട് വൃത്തികെട്ടൊരു ട്രൗസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. ഒരു ട്രൗസർ മാത്രമുണ്ട്. പാഞ്ഞിങ്ങോട്ട് വന്നിട്ട് എന്നോടൊരു ചോദ്യമാണ്, എന്താ കാര്യം? ഭയങ്കര ദേഷ്യത്തിലാണ്. ഭയങ്കര ദേഷ്യമാണ്. കാരണം അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതല്ലോ. ഞാനും കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് പറഞ്ഞത്, ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് കാര്യം ചോദിക്കേണ്ടത്, ഞാൻ പരപ്പനങ്ങാടി എക്സൈസ് എന്നാണെന്ന് കേട്ടപ്പോൾ കുറച്ച് ഭയം, ഭക്തി, ബഹുമാനമൊക്കെ കൊണ്ട് വന്നു. അല്ല സാറേ, എന്താ സാറേ കാര്യം? ഞാൻ പറഞ്ഞു കാര്യം കൊണ്ട് പറയാം, ഇങ്ങോട്ട് പുറത്തേക്ക് വാ. സാറേ ഞാനൊന്ന് വായ കഴുകിയിട്ട് വന്നാൽ പോരെ? ഞാൻ പറഞ്ഞു അത് മതി, നമുക്കൊന്നും അല്ലാതാണല്ലോ. അപ്പോൾ നേരെ അകത്തേക്ക് അങ്ങ് കയറി വായൊക്കെ കഴുകി ഒരു മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് കൈയൊക്കെ മടക്കി കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്കിട്ട് വന്നു. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത്, സാറേ നമുക്കൊന്ന് അങ്ങോട്ട് പുറത്തേക്ക് മാറിക്കോ സാറേ, ഭാര്യയുടെയും അമ്മയുടെയും മുന്നിൽ സംസാരിക്കാൻ അവന് മടിയുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ മാറാം, നമുക്കത് സംസാരിച്ചാൽ മതിയല്ലോ. അവനും കൂട്ടി ഞങ്ങൾ മുറ്റത്ത് കുറച്ച് അപ്പുറത്തേക്കാണ്ട് മാറി നിന്നു. അപ്പം തന്നെ ഇവൻ ചോദിച്ചു, സാറേ നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ മിനിയാന്ന് ഇങ്ങനെ ഒരു മയക്കുമരുന്നുമായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ്സുമായിട്ട് ഒരാളെ പിടിച്ചു. അപ്പോൾ അവൻ്റെ ഫോണിൻ്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ നിൻ്റെ നമ്പറിൽ നിന്ന് അങ്ങോട്ടും അവൻ നിന്നെയും പലതവണ നിങ്ങൾ തമ്മിൽ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, നീ അവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ടെന്നും വിൽക്കാറുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ചോദ്യം ചെയ്യാനോ നിന്നെ പിടിച്ചുകൊണ്ട് പോകാനോ വന്നത്. അപ്പോൾ അവന് കുറച്ചൊരു പേടിയായി. എടുത്ത വഴിക്ക് അവൻ ഇങ്ങോട്ട് ചോദിച്ചു, ഒരാളെ പേരും പറഞ്ഞുകൊണ്ട്, സാറേ നിങ്ങൾ ഇന്ന ആളെയാണോ പിടിച്ചത്? സത്യം നമ്മളാരും പിടിച്ചിട്ട് പറഞ്ഞൊന്നുമില്ല, വെറുതെ ഒരു കുളത്തിട്ട് നോക്കി അതിലോ കൊളത്തി. ഞാൻ പറഞ്ഞു ആരെയാണ് പിടിച്ചതെന്നില്ല വിഷയം, നീ അവൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയിട്ടില്ലേ മിനിയാന്ന്? സാറേ മിനിയാന്നല്ല സാർ, അതിൻ്റെ തലേന്നാണ് വാങ്ങിയത്. ഞാൻ അവനോട് വന്നിട്ട് ആർക്കാണ് വിറ്റത്? വിറ്റിട്ടില്ല സാറേ, ഞാൻ വിൽക്കലില്ല, ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് വാങ്ങിയത്. ഞങ്ങൾ 2 പേര് കൂടെ ചേർന്ന് 2000 ഉറുപ്പിക്ക് സാധനം വാങ്ങിയിരുന്നു. ഞാൻ വേറെ ആർക്കും വിൽക്കാറില്ല, നിങ്ങൾ ആരെ വേണമെങ്കിൽ ചോദിച്ചോ സാറേ. എൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരാളെ സാറ് കൊണ്ടുവന്നാൽ ഞാൻ വേണ്ടത് ചെയ്യാം സാറേ, അവൻ പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചേട്ടാ നീ ഇതിപ്പോൾ എന്ന് മുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ഞാൻ 2 കൊല്ലമായി സാറേ. ഞാൻ ചോദിച്ചാൽ അതിൻ്റെ മുന്നേ വല്ലതും ഉപയോഗിക്കലുണ്ടോ? അതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കുട്ടികൾ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ചെറുത് സിഗരറ്റ്, ഹാൻഡ്സ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടാണ് വലുതിലേക്കൊക്കെ എത്തുക സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ. നേരെ മറിച്ച് കോളേജ്, ഹോസ്റ്റൽ, അങ്ങനെ ടൗൺ ഏരിയകളിലേക്കൊക്കെ കണ്ടു പോകുമ്പോഴേക്കും ഡയറക്റ്റായിട്ട് ഇതിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ് അവനോട്, അല്ല ഇതിൻ്റെ മുന്നേ വേറെ എന്തെങ്കിലും? എന്താണ് സാറേ? ഞാൻ പറഞ്ഞു സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ? ഇല്ല സാറേ. ഹാൻഡ്സോ? അയ്യൻ്റെ സാറേ. മദ്യപിക്കോ? മദ്യത്തിനെ പറ്റി ചോദിച്ചപ്പോൾ ഭയങ്കര ദേഷ്യം. സാറെന്താ പറയണു സാറേ, മദ്യപിക്കേ? പിന്നെ ഞാൻ ചോദിച്ചു കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? അത് തുടക്കത്തിലൊരു 5-6 പ്രാവശ്യം. അതിന് വലിയൊരു വിഷയമില്ല, മദ്യത്തിന് ഭയങ്കര പ്രശ്നം. എന്താ പോട്ടെ, ഞാൻ ചോദിച്ചു ഒരു 5-6 പ്രാവശ്യം തുടക്കത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എത്ര വയസ്സായി നിനക്ക്? 27 വയസ്സ്. ഈ ഇത്രയും കാലത്ത് 25 വയസ്സ് വരെ ഉപയോഗിക്കാത്തൊരു സാധനം ഈ ഒരു 2 കൊല്ലം മുന്നേ നീ ഇത് ഉപയോഗിക്കാനുള്ളൊരു കാരണം എന്താ? അത് പിന്നെ സാറേ 2 കൊല്ലം മുന്നേ ഞാൻ കല്യാണം കഴിച്ചത്. അതിൻ്റെ മറുപടി അതായിരുന്നു. 2 കൊല്ലം മുന്നേ കല്യാണം കഴിച്ചു. ഞാൻ ചോദിച്ചു അതുകൊണ്ടെന്താ? സാർ എനിക്ക് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല സാറേ. ഇഷ്ടംപോലെ വാർത്തകൾ നമ്മളിന്ന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് വേദിയിൽ, പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല കാര്യത്തിൽ. ഇഷ്ടംപോലെ വാർത്തകൾ. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പുരുഷന്മാരോടൊപ്പം പോകുന്ന സ്ത്രീകൾ,
ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പല സ്ത്രീകളോടൊപ്പം പോകുന്ന ഭർത്താക്കന്മാർ, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വായിക്കുമ്പോൾ മുതിർന്നവരായിട്ടുള്ള നമ്മുടെ മനസ്സിൽ പോലും പറയുന്നത് അവനെ കൊണ്ട് പറ്റായിട്ട് അവൾ പോയി, അവളെ കൊണ്ട് പറ്റായിട്ട് അവൻ പോയി എന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ എങ്ങനെ വരും?